നമസ്കാരം. ചിത്രവിചിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്, നടി ആരാണ്? അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഓരോ പേരുകൾ വന്നിട്ടുണ്ടാവും അല്ലേ? എനിക്കൊരു കാര്യം ഉറപ്പാണ്, കാരണം ഇത് ഏതെങ്കിലും ഒരു നായക നടനോ നായിക നടിയോ ഒക്കെ ആയിരിക്കും അല്ലേ? അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേരായിരിക്കും നിങ്ങൾ പറയുക? എല്ലാവരുടെ മനസ്സിൽ കുറേ പേരുകൾ വന്നിട്ടുണ്ടാവും. എന്നാലും കുറേ പേരുടെ മനസ്സിൽ ഒരുമിച്ച് വരുന്ന ഒരു പേരുണ്ട്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഭാവ നടി KPC ലളിത ചേച്ചിയുടെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരാളിന്റെ ജീവിതം ജനനം തൊട്ട് മരണം വരെ 16 ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ടെന്നാ പറയണേ. മലയാളികൾ നെഞ്ചോടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് KPC ലളിത. മലയാളികളുടെ മനസ്സിൽ എന്നും KPC ലളിതയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അവരെ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു അഭിനയവും അനായാസമായ അവതരണവുമാണ്. മുഖഭാവം കൊണ്ടും ശരീരഭാഷ കൊണ്ടും മാത്രമല്ലാതെ ശബ്ദത്തിന്റെ വേരിയേഷൻ കൊണ്ട് തന്നെ കഥാപാത്രത്തെ നന്നായിട്ട് അവതരിപ്പിക്കാൻ KPC ലളിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പെറ്റമ്മയായി ഞാൻ അവനോട് ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ എഴുത്തച്ഛനും കുഞ്ചൻ തമ്പിയാരും കുമാരനാശാനും ഒന്നും അവനോട് പൊറുക്കുകയില്ല. അത്രയ്ക്ക് ദ്രോഹമല്ലയോ അവൻ ഈ മലയാള ഭാഷയോട് ചെയ്യുന്നത്. അരനൂറ്റാണ്ടിലധികം പിന്നിട്ട അവരുടെ ചലച്ചിത്ര ജീവിതത്തിൽ ഏതാണ്ട് 500-ലധികം സിനിമകളാണ് അവർ ചെയ്തത്. പല പ്രായത്തിൽ, പല വേഷത്തിൽ, പല മാനങ്ങളിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഏതൊരു കഥാപാത്രമായാലും, ഇനി അത് അമ്മയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും മകളായിട്ടാണെങ്കിലും, ഇനി പണക്കാരിയോ പാവപ്പെട്ടവരോ ആരും ആയിക്കോട്ടെ, KPC ലളിതയിലൂടെ ആ കഥാപാത്രത്തെ നമുക്ക് പ്രേക്ഷകർക്ക് ലഭിക്കുമ്പോൾ ഒരു പ്രത്യേക ആസ്വാദന അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്റെ ഈശോയെ, വരുമെന്ന് പിള്ളാര് പറഞ്ഞെങ്കിലും ഞാൻ ഓർത്ത് വരികയില്ലായിരിക്കും കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങണേ ഔസേപ്പേ. 1947 മാർച്ച് 10-നാണ് പത്തനംതിട്ടയിലെ ആറന്മുള എന്ന പ്രദേശത്ത് KPC ലളിത ജനിക്കുന്നത്. മഹേശ്വരി അമ്മ എന്നാണ് യഥാർത്ഥ പേര്. ഫോട്ടോഗ്രാഫർ ആയിരുന്ന അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും 5 മക്കളിൽ മൂത്തവളായിട്ടാണ് KPC ലളിത ജനിച്ചത്. 10-ാം വയസ്സിലാണ് അവർ അഭിനയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. ഗീത എന്ന സമിതിയുടെ ബലി എന്ന നാടകത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. പിന്നീടാണ് KPC നാടക സംഘത്തിൽ അവർ ചേരുന്നത്. 1950-ൽ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന പേരിൽ തുടങ്ങിയ സമിതിയാണ് പിന്നീട് KPSC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ സമിതി രൂപീകരിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരത്തിന് സഹായമാകുന്ന ഒരുപാട് നാടകങ്ങൾ പിന്നീട് KPSCയിൽ നിന്ന് വന്നു. മഹേശ്വരി എന്ന കൊച്ചു കലാകാരി പ്രശസ്തയാവുന്നതും KPSCയിൽ നിന്ന് തന്നെയാണ്. അവിടെ വെച്ച് തന്നെയാണ് മഹേശ്വരി എന്ന പേര് മാറി ലളിത എന്ന പേരാവുന്നത്. KPSCയിലൂടെ പ്രശസ്തയായ ലളിത എന്ന കലാകാരി KS സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. അക്കാലത്ത് ഒരുപാട് ലളിതമാരുള്ളതുകൊണ്ട് മലയാള സിനിമ അവരെ KPSC ലളിത എന്ന് വിളിച്ചു. പിന്നെ ആ പേര് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി മാഡം. നല്ല തികഞ്ഞ മലയാളി സ്ത്രീ കഥാപാത്രങ്ങളെ KPC ലളിത അവതരിപ്പിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതിനിപ്പോൾ ഹാസ്യമാണെങ്കിലും ഗൗരവമാണെങ്കിലും ഒരു തനതായ സ്വാഭാവികമായ രീതിയിൽ KPC ലളിത അവതരിപ്പിച്ചു. ആ കഥാപാത്രങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവരോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്തു. അതുതന്നെയാണ് ആ കലാകാരിയുടെ വിജയവും. ഞാനോ രാത്രി കുടിച്ച് വെളിവില്ലാതെ എന്റെ മുറി കയറി വന്നിട്ട് ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കി നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ? ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും. KPC ലളിത അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ മുഖത്തും അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരെ പ്രതിഭ എന്ന് വിളിക്കുന്നത്. മോടെ കല്യാണം ഈ ചന്ദ്രിയ ചേച്ചി നടത്തി തരും. ഞാൻ നടത്തിയ ഒരു കല്യാണത്തിനും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. എന്നാ വരട്ടെ. നാടക ലോകത്തിന്റെ പരിചയ സമ്പത്തോടുകൂടി മലയാള സിനിമയിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും നടന്മാരാണ്. അവിടെയാണ് KPC ലളിത എന്ന നടിയുടെ പേര് ഉയർന്നു നിൽക്കുന്നത്. സ്വഭാവ നടിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന KPC ലളിത ധാരാളം നായികാവേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ഹാസ്യവേഷങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ കയ്യടി നേടാനും അവർക്ക് സാധിച്ചു. പല കലാകാരന്മാരും ഹാസ്യാവതരണത്തിനായി പല വഴികൾ തേടിയപ്പോൾ സ്വാഭാവികമായ ഹാസ്യാവതരണത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ കയ്യടി നേടിയ നടിയാണ് KPC ലളിത. അതിപ്പോൾ ചലനത്തിലൂടെയും സ്വാഭാവികമായ സംഭാഷണ രീതിയിലൂടെയും ഹാസ്യത്തെ വളരെ ഈസിയായി പ്രസന്റ് ചെയ്യാൻ KPC ലളിതയ്ക്ക് സാധിച്ചു. അത് എടുത്തു പറയേണ്ട ഒരു കഴിവ് തന്നെയാണ്. ഒരു തനി മലയാളി സ്ത്രീയുടെ രൂപവും ഭാവവുമായിരുന്നു KPC ലളിതയ്ക്ക്.
നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയുടെ കുശുമ്പും പരിഭവവും ദേഷ്യവും ഒക്കെ അവർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർ ഇത് താനല്ലേ അല്ലെങ്കിൽ തനിക്കറിയാവുന്ന ആളുകളല്ലേ എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾ വിജയിക്കുകയും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയുമോ ചേട്ടാ? KPSC ലളിതയ്ക്ക് നന്നേ ചെറുപ്പത്തിലെ തന്നെ നൃത്തത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവർ നൃത്തം അഭ്യസിച്ചു. നൃത്തത്തിൽ നിന്നുള്ള അറിവും നാടകത്തിൽ നിന്നുള്ള അനുഭവവും കൂടി ചേർന്നപ്പോൾ ഏതൊരു കഥാപാത്രത്തെ ഈസി ആയിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതിനാൽ തന്നെ നല്ല താളബോധമുള്ള നടിയായിരുന്നു KPSC ലളിത. ഏതാണ്ട് 550ഓളം സിനിമകൾ അവർ ചെയ്തു. അതിൽ തന്നെ മണിരത്നം ഉൾപ്പെടെയുള്ളവർ സംവിധാനം ചെയ്ത കുറെ തമിഴ് സിനിമകളും അവർ ചെയ്തു. നിങ്ങൾ വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിക്കോ എവിടെ വേണേലും പൊയ്ക്കോ, ഞാനില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. KPSC എന്ന നാടക സമിതിയുടെ പല പ്രശസ്തമായ നാടകങ്ങളുടെയും രചയിതാവാണ് തോപ്പിൽ ഭാസി. ഈ തോപ്പിൽ ഭാസി തന്നെയാണ് KPSC ലളിതയ്ക്ക് ലളിത എന്ന പേരിട്ടത്. ഈ പേരിലൂടെ തന്നെയാണ് നാടകത്തിലും മലയാള സിനിമയിലും അവർ അറിയപ്പെട്ടത്. നാടകത്തിൽ ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ മലയാള സിനിമയിൽ വന്നപ്പോഴും അവർ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. 1970 ഉദയയുടെ ബാനറിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെയാണ് KPSC ലളിത മലയാള സിനിമയിലേക്ക് അരങ്ങേറുന്നത്. പിന്നീട് അവർ മലയാള സിനിമയുടെ ഒരു നിറ സാന്നിധ്യമായിട്ട് മാറി. ഈ കൂട്ടുകുടുംബം ഒരു വലിയ വിജയമായതുകൊണ്ട് തന്നെ പിന്നീട് ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളിലും അവർക്ക് അഭിനയിക്കാൻ സാധിച്ചു. നമ്മളോട് ഒത്തുപോകുന്ന കൂട്ടരാണെങ്കിൽ മതി എന്റെ നകുല. മതി. അങ്ങനെയാണെങ്കിൽ ഒരു കിണ്ണങ്കാച്ചി പെൺകുട്ടി. കിണ്ണങ്കാച്ചി ഒന്നും വേണ്ട. കുട്ടി എവിടെ ഉള്ളതാണെന്ന് പറയൂ. പാലക്കാട്ടുകാരിയാ. പേരോ? ആര്യ. 1978 പ്രശസ്തനായ സംവിധായകൻ ഭരതനെ വിവാഹം കഴിക്കുന്നതോടുകൂടി KPSC ലളിത അഭിനയ രംഗത്തുനിന്ന് താൽക്കാലികമായിട്ട് ഒരു ഇടവേളയെടുക്കുന്നു. അതിനുശേഷം 1983 ഭരതൻ തന്നെ സംവിധാനം ചെയ്ത കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെയാണ് അവർ തിരിച്ചു വരുന്നത്. ആ രണ്ടാം വരവിൽ KPSC ലളിതയിലൂടെ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും വേഷങ്ങളുമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വന്നിട്ട് അധിക സമയമായോ? ഏറ്റവും മനോഹരമായി ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് KPSC ലളിത. മലയാള സിനിമയിൽ പ്രേക്ഷകരെ സങ്കടപ്പെടുത്തിയും സന്തോഷപ്പെടുത്തിയും ധാരാളം കഥാപാത്രങ്ങൾ നമ്മുടെ KPSC ലളിത ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളികൾ എന്നും കൂടുതലായി ഓർത്തിരിക്കുന്നത് അവരുടെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ്, അല്ലേ? മലയാള സിനിമയുടെ ഹാസ്യ അവതരണത്തിന് ഒരു പ്രത്യേക ഡയമെൻഷൻ കൊണ്ടുവരാൻ തന്നെ അവർക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോകുന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അമ്മയായും അമ്മുമ്മയായും മകളായും ഭാര്യയായും തമ്പുരാട്ടിയായും അയൽക്കാരിയും ഒക്കെയായി ഹാസ്യത്തിന്റെ വിവിധ ഭാവങ്ങൾ നമുക്ക് നൽകിയ പ്രതിഭയായിരുന്നു KPSC ലളിത. ആഠ്യത്വവും ഗർവമുള്ള കഥാപാത്രമാണെങ്കിലും ഗ്രാമീണതയുടെ നിഷ്കളങ്കതയുള്ള കഥാപാത്രങ്ങളാണെങ്കിലും KPSC ലളിത എന്ന നടിയുടെ കയ്യിൽ അത് ഭദ്രമായിരുന്നു. നമ്മളെ ദേഷ്യപ്പെടുന്ന വില്ല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പോലും ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അത് അവതരിപ്പിക്കാനുള്ള അവരുടെ കഴിവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് സൂപ്പർ സ്റ്റാർ, എന്റെ മമ്മി ഒതുക്കുന്ന ഒരേ ഒരാൾ, വഴിയമ്മായി. വഴിയിലാണ് താമസം. അല്ലടാ, നിന്റെ വീട്ടിലാ താമസം. മലയാളി പ്രേക്ഷകരെ നിർത്താതെ ചിരിപ്പിച്ച ഒരുപാട് കോമഡി രംഗങ്ങളുടെ ഭാഗമാവാൻ KPSC ലളിതയ്ക്ക് സാധിച്ചു. മലയാളത്തിന്റെ ഹാസ്യ രാജാക്കന്മാരായ ജഗതി ശ്രീകുമാർ, കുതിരോട്ടം പപ്പു, മാള അരവിന്ദൻ, ഇന്നസെന്റ് എന്നിവരോടൊപ്പം ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരുപാട് കോമഡി സീനുകൾ ഇന്നും മലയാളി പ്രേക്ഷകർക്കിടയിൽ ഹിറ്റാണ്. മലയാളത്തിലെ മികച്ച ഹാസ്യ താര ജോഡികളിൽ രണ്ടുപേരായിരുന്നു KPSC ലളിതയും ഇന്നസെന്റും. ഇവരുടെ കോമ്പിനേഷനുള്ള കോമഡി സീനുകൾക്ക് ഇന്നും നല്ല അടിപൊളി ഫാൻ ബേസ് ആണ്. എന്റെ മോന് ടൈം പാസിന് ലൈൻ അടിക്കാൻ ഒരു ഐറ്റം വേണം. വെറുതെ ഒന്ന് സിനിമയ്ക്ക് പോകാനും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റാനും ഒക്കെ ആയിട്ട്. അല്ലാതെ കല്യാണം കഴിക്കാനാണെങ്കിൽ നല്ല ഒന്നാം തരം തറവാട്ടി പറഞ്ഞ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് കിട്ടൂലേ? 1998 ഭർത്താവും സംവിധായകനുമായ ഭരതൻ മരിച്ചതോടുകൂടി KPSC ലളിതയുടെ കരിയറിൽ വീണ്ടും ഒരു ഗ്യാപ്പ് വന്നു. പിന്നീട് 1999 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലൂടെയാണ് അവർ തിരിച്ചു വന്നത്. ആ സിനിമ വലിയ വിജയമായതോടുകൂടി അവർ ചെയ്ത കഥാപാത്രത്തെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. 1991 അമരം എന്ന സിനിമയിലെ കഥാപാത്രത്തിനും 2000 ശാന്തം എന്ന സിനിമയിലെ കഥാപാത്രത്തിനും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം അവർക്ക് ലഭിച്ചു. പിന്നീട് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡുകൾ 3 തവണയാണ് അവരെ തേടിയെത്തിയത്. വിലാസിനമ്മയ്ക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ദുബായിലെ ശില്പയുടെ കുട്ടികളാ. നീ ഏതാ? കലയോട് ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷ സ്ഥാനം അവർ വഹിച്ചിരുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവർ ഒരുപാട് രോഗങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2022 പുറത്തിറങ്ങിയ ഭീഷ്മപർവവും ഒരുത്തിയുമാണ് KPSC ലളിത അവസാനമായി അഭിനയിച്ച ചിത്രങ്ങൾ. ആരാടാ നിന്റെ ഈ ശിഷ്യൻ?
എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. 2022 ഫെബ്രുവരി 22 തീയതി രാത്രി 10:45 KPSC ലളിത എന്ന അതുല്യ പ്രതിഭ നമ്മളോട് വിട പറഞ്ഞത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ അവരെ യാത്രയപ്പ് നൽകിയത്. ശ്രീകുട്ടി, നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭാരതൻ എന്നിവരാണ് മക്കൾ. KPSC ലളിതയുടെ മരണം ഇന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് മലയാളികൾ. കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്ന ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളാണ്. എന്തായാലും KPSC ലളിതയുടെ വിശേഷങ്ങളോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു താരത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.